ഒരു 200 ഗ്രാം കടലപ്പൊടി, 2 സ്പൂൺ അരിപ്പൊടി അഥവാ പത്തിരിപ്പൊടി, 1/4 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി കുറച്ച് മതി കേട്ടോ. ഒന്ന് ചമ്മന്തിയാക്കി വരിക, പൊടിച്ച് വരിക, ചതച്ച് വരിക. കറിവേപ്പില ആവശ്യത്തിന് ഒന്ന് നല്ല മിക്സ് ആക്കിയതിന് ശേഷം നമ്മളൊക്കെ ആ വെള്ളം ജഗ്ഗൊന്ന് കഴുകിയിട്ട് ജാറൊന്ന് കഴുകി ഇതിലേക്ക് ആ വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിക്കുക. ലേശം എരുമ്പുളിയൊക്കെയുള്ള സാധനം ആട്ടെന്ന്. ഇതൊരു പക്കവടൻ്റെ രീതിയിലുണ്ട്. പക്കവട ആ ഇത് മതിട്ടോ, ഒന്ന് ആ ടൈറ്റ് വേണം. അപ്പോൾ ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി, അതൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ ഈ ചെമ്മീൻ ഒന്ന് പൊരിച്ചെടുക്കുക. ഇത് മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ഇട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കുക. ഓക്കെ. അപ്പോൾ ഞാൻ മസാല ഇതുണ്ടല്ലേ, ഈ ബജ്ജി അഥവാ ചെമ്മീൻ വട അങ്ങനെയും പറയാം. വല്ലപ്പോഴും വെറൈറ്റി ഒക്കെ കഴിക്കാം, ടേസ്റ്റുള്ളത്. എല്ലാവരും പറയും നമ്മളെപ്പോഴും ഈ മധുരത്തിൻ്റെ ആളാണെന്ന്. മധുരം വല്ലപ്പോഴും കഴിക്കുക, ഇതൊരു എരിവുള്ളതാണ്. ഇതിങ്ങനെ അങ്ങനെ അധികം താമസിക്കേണ്ട. ഇനി ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ടെങ്കിൽ ഒന്നും കൂടി സ്മൂത്തായിട്ട് പൊന്തി വരും. വേണ്ട ആവശ്യമില്ലല്ലോ. നല്ല ക്രിസ്പി ആയ സാധനത്തിന് എന്തിനാണ് അപ്പ സോഡ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഒന്നും വേണ്ട. ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അറിയണ പണി അറിയാത്തവരോട് ചോദിക്കുക, ഉണ്ടാക്കുക. ഉണ്ടോ അതാ ചെമ്മീനെ ഒളിച്ചു കണ്ടതിനുള്ളിൽ മുമ്പേ മറിഞ്ഞ് നിൽക്കുക. അപ്പോൾ ഇങ്ങനെയെല്ലാം വല്ലതും ഉണ്ടാക്കി സ്പെഷ്യലായി കഴിക്കുക. വൈകുന്നേരത്തെ ചായക്കടി ഇങ്ങനെ വല്ലതും. താങ്ക് യു. അപ്പോൾ വേണ്ടിയവരൊക്കെ ചെയ്താളി. താങ്ക് യു.